കുട്ടിക്കാലം മുതൽക്കേ വിമാനത്തെ വായുവിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവായാണ് വിമാനത്തിൻ്റെ ചിറകുകളെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ വിമാനത്തിൻ്റെ ചിറകുകളിലാണ് വിമാനത്തിനാവശ്യമായിട്ടുള്ള ഇന്ധനം നിറക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ ഇന്ധനം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത്തരത്തിൽ വിമാനങ്ങളിൽ ഒരുപാട് സ്ഥലമുണ്ടായിട്ടും എന്തിനാണ് ചിറകുകളിൽ ഇന്ധനം സൂക്ഷിക്കുന്നതെന്നും വിമാനം പറക്കുന്നതിനിടെ ഈ ഇന്ധനം എന്തിനാണ് പുറത്തേക്ക് കളയുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്തിനാണ് വിമാനങ്ങളുടെ ചിറകുകളിൽ ഇന്ധനം സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആളുകൾ സാധാരണ വിമാനത്തിനുള്ളിൽ സ്ഥലമില്ല എന്നും അവിടെ നിറയെ യാത്രക്കാരും ചരക്കുകളൊക്കെ ആയതുകൊണ്ട് ഇന്ധനം ചിറകുകളിലേക്ക് മാറ്റി എന്നായിരിക്കും പറയുക. ഇതൊക്കെ കേൾക്കാൻ ശരിയാണെന്ന് തോന്നുമെങ്കിലും ശരിക്കുള്ള കാരണം ഇതൊന്നുമല്ല. ഇത് വെറും സ്ഥലത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ധനം എവിടെ വേണമെങ്കിലും വെക്കാമായിരുന്നു. വിമാനത്തിൻ്റെ അടിഭാഗത്തോ വാലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പലയിടത്തായി വിഭജിച്ചോ ഒക്കെ വെക്കാം. പക്ഷേ എഞ്ചിനീയർമാർ അത് ചെയ്തില്ല. കാരണം ഇന്ധനം എവിടെ കൊള്ളും എന്നതല്ല പ്രശ്നം, അത് എവിടെ വെച്ചാലാണ് വിമാനം പറക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതാണ്. അതറിയാൻ നമ്മൾ വിമാനങ്ങളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരുപാട് മുന്നിലേക്ക് മാറിയാൽ വിമാനം നേരെ നിർത്താൻ പൈലറ്റിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇനി ഇത് ഒരുപാട് പിന്നിലേക്ക് മാറിയാൽ വിമാനത്തിൻ്റെ ബാലൻസ് പോവുകയും പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ രണ്ട് അവസ്ഥയിലും വിമാനം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവുകയും ഇന്ധനം ഒരുപാട് ചിലവാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വലിയ ഭാരവും വിമാനത്തിനുള്ളിൽ എവിടെ വരണമെന്ന് എഞ്ചിനീയർമാർ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഭാരങ്ങളിലൊന്ന് ഇന്ധനത്തിൻ്റെതാണ്. പക്ഷേ യാത്രക്കാരെ പോലെയോ മെഷീനുകളെ പോലെയോ അല്ല ഈ ഇന്ധനം. അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. വിമാനം പറക്കുമ്പോൾ ഇന്ധനം കത്തുകയും കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് യാത്രക്കിടയിൽ വിമാനത്തിൻ്റെ ഭാരക്രമീകരണം മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ശരിക്കുള്ള തലവേദന. അതുകൊണ്ട് ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വിമാനത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാത്രം ബാധിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ എഞ്ചിനീയർമാർ അത് വെക്കുന്നു. ആ സ്ഥലം ചിറകുകളാണ്. ചിറകുകളിൽ നിന്ന് ഇന്ധനം തീരുമ്പോൾ വിമാനത്തിൻ്റെ ബാലൻസ് വളരെ കുറച്ച് മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ ബാലൻസ് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ വിമാനത്തിൻ്റെ നടുഭാഗത്ത് ഇന്ധനം വെച്ചാലും മതിയായിരുന്നു. എന്നിട്ടും ഭൂരിഭാഗം ഇന്ധനവും ചിറകുകളിൽ തന്നെയാണ് വെക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചിറകുകൾ നേർത്തതും ഉള്ളിൽ ഒന്നുമില്ലാത്തതും പോലെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും അതൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ചിറകിനുള്ളിൽ അതിൻ്റെ ഉറപ്പിനും ആകൃതിക്കും വേണ്ടി പലതരം കമ്പികളും പ്ലേറ്റുകളുമൊക്കെ കാണും. ഇതിനിടയിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇനി നമുക്കിതിനെ വിമാനത്തിൻ്റെ ഉൾഭാഗവുമായി അഥവാ ഫ്യൂസലേജുമായി ഒന്ന് താരതമ്യം ചെയ്യാം. വിമാനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടാണിത്. അവിടെയാണ് യാത്രക്കാരും ചരക്കുകളും പ്രധാന മെഷീനുകളും ഒക്കെ ഇരിക്കുന്നത്. ആ സ്ഥലം ഇന്ധനം വെക്കാൻ ഉപയോഗിച്ചാൽ യാത്രക്കാരെയോ സാധനങ്ങളെയോ കുറയ്ക്കേണ്ടി വരും. ചിറകുകൾക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ടാണ് വിമാനങ്ങൾ വെറ്റ് വിങ് ഡിസൈൻ എന്ന രീതി ഉപയോഗിക്കുന്നത്. ചിറകിനുള്ളിൽ പ്രത്യേകം ടാങ്കുകൾ വെക്കുന്നതിന് പകരം ചിറകിൻ്റെ ആ സ്ട്രക്ചറിനെ തന്നെ സീൽ ചെയ്ത് ഇന്ധന ടാങ്കായി മാറ്റുന്നു. ഇന്ധനം പെട്ടെന്ന് ഒഴുകി ബാലൻസ് തെറ്റാതിരിക്കാൻ ഇത് പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിമാനത്തിൻ്റെ വലിപ്പം കൂട്ടാതെ തന്നെ ഇന്ധനം ഇങ്ങനെ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. അവിടെയാണ് എഞ്ചിനീയറിങ്ങിൻ്റെ കളി. വിമാനം പറക്കുമ്പോൾ ചിറകുകൾ വലിയ മർദ്ദത്തിലാണ് ഇരിക്കുന്നത്. കാറ്റ് ചിറകിനെ മുകളിലേക്ക് ഉയർത്താൻ നോക്കുന്ന അതേസമയം വിമാനത്തിൻ്റെ ബാക്കി ഭാരം മുഴുവൻ, അതായത് യാത്രക്കാരും മെഷീനുകളുമൊക്കെയുള്ള നടുഭാഗം വിമാനത്തെ താഴേക്ക് വലിക്കുന്നുണ്ട്. അതായത് ചിറകുകൾ മുകളിലേക്ക് വളയാൻ നോക്കും. ഇനി ചിറകുകൾ കാലിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചിറക് ഒടിയാനുള്ള സാധ്യത കൂടും. പ്രത്യേകിച്ച് ചിറകുകൾ വിമാനവുമായി ചേരുന്ന ഭാഗത്ത് വലിയ ഭാരം വരും. പക്ഷേ ആ ചിറകിലേക്ക് ഇന്ധനം നിറച്ചാൽ ചിറകിലുടനീളമുള്ള ഇന്ധനം ഒരു എതിർഭാരമായി പ്രവർത്തിച്ച് ചിറക് വളയുന്നത് തടയും. ഇതോടെ കാര്യങ്ങൾ എളുപ്പമായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ധനം വെറുമൊരു പവർ സോഴ്സ് മാത്രമല്ല, അത് വിമാനത്തിൻ്റെ ചിറകുകളെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം കൂടിയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ അഥവാ കെറോസീനിൻ്റെ വളരെ ശുദ്ധീകരിച്ച രൂപമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അഥവാ ജെറ്റ് ഫ്യൂവലാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആഗോളതലത്തിൽ കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ പൊതുവായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ജെറ്റ് A1 എന്ന ഇന്ധനമാണ്. സാധാരണ മണ്ണെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും മറ്റ് മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്ത് വളരെ ഉയർന്ന ഗുണനിലവാരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. കൂടാതെ ആകാശത്തെ കഠിനമായ തണുപ്പിൽ ഇന്ധനം കട്ടപിടിക്കാതിരിക്കാനും എഞ്ചിനിനുള്ളിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനും
പ്രത്യേക രാസവസ്തുക്കൾ അഥവാ അഡിറ്റീവ്സുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്ന ചോദ്യമായിരിക്കും, കരയിൽ ഇത്രയും പവറുള്ള പെട്രോൾ എന്തുകൊണ്ട് വിമാനത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പെട്രോൾ വളരെ വേഗത്തിൽ ആവിയായി പോകുന്ന ഒന്നാണ്. വിമാനം പറക്കുന്ന 10 കിലോമീറ്റർ ഉയരത്തിലൊക്കെ വായുവിൻ്റെ മർദ്ദം വളരെ കുറവായിരിക്കും. അവിടെ വെച്ച് പെട്രോൾ പെട്ടെന്ന് ആവിയായി മാറി പൈപ്പിനുള്ളിൽ കുമിളകൾ ഉണ്ടാക്കും. ഇതിനെയാണ് വേപ്പർ ലോക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മളൊരു സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുമ്പോൾ അതിൽ നിറയെ വായുക്കുമിളകൾ ഉണ്ടെങ്കിൽ വെള്ളം ശരിക്കും വരില്ലല്ലോ. ഇതേ പ്രശ്നം വിമാനത്തിൻ്റെ എഞ്ചിനിലും സംഭവിക്കാം. എഞ്ചിൻ കൃത്യമായി പ്രവർത്തിക്കാൻ ലിക്വിഡ് ഫ്യൂവൽ തടസ്സമില്ലാതെ ഫ്ലോ ചെയ്യണം. എന്നാൽ പൈപ്പിനുള്ളിൽ ഗ്യാസ് കുമിളകൾ വന്നാൽ ഇന്ധനം കത്തുന്ന സ്ഥലത്തേക്ക് ഇവ ശരിക്ക് എത്തില്ല. അങ്ങനെ വന്നാൽ എഞ്ചിൻ പാതി വഴിയിൽ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് വലിയ അപകടമുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, മണ്ണെണ്ണയാണ് കൂടുതൽ സുരക്ഷിതം എന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലാഷ് പോയിന്റ് കൂടുതലായതുകൊണ്ട് പെട്രോളിനെ അപേക്ഷിച്ച് ഇതിനെ പെട്ടെന്ന് തീപിടിക്കില്ല. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ആവിക്ക് തീപ്പൊരി തട്ടിയാൽ കത്താൻ വേണ്ട താപനിലയാണ്. അതായത് നിങ്ങളൊരു കപ്പിൽ കുറച്ച് പെട്രോൾ വെച്ചാൽ ഒരു ചെറിയ തീപ്പൊരി മതി അതിനെ തീപിടിക്കാൻ. കാരണം പെട്രോളിൻ്റെ ഫ്ലാഷ് പോയിന്റ് വെറും -43 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോലും പെട്രോൾ ആവിയാവുകയും അതിന് തീ പിടിക്കുകയും ചെയ്യും. എന്നാൽ മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഇത് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആവിയാവില്ല. തീ പിടിക്കാനും പ്രയാസമാണ്. മണ്ണെണ്ണ ആവിയായി കത്തണമെങ്കിൽ അത് നന്നായിട്ട് ചൂടാകണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ വിമാനത്തിൽ ഏകദേശം 1,80,000 ലിറ്റർ ഇന്ധനം വരെ കൊള്ളും എന്നതാണ്. ന്യൂയോർക്കിൽ നിന്ന് ടോക്കിയോ വരെ പറക്കാൻ ഏകദേശം 100 ടൺ ഇന്ധനം വേണം. അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ആകെ ഭാരത്തിൻ്റെ 1/3 ഇന്ധനമായിരിക്കും. ഈ ഇന്ധനം പെട്രോൾ പോലെ പെട്ടെന്ന് തീപിടിക്കുന്നതാണെങ്കിൽ അപകട സാധ്യത എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ മണ്ണെണ്ണ അത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് വിമാനത്തിൽ കൊണ്ടുപോകാനും ഉപയോഗിക്കാനും വലിയ പേടി വേണ്ട. മറ്റൊരു പ്രശ്നം വായുവിലെ കഠിനമായ തണുപ്പാണ്. വിമാനം ഉയരത്തിൽ പറക്കുമ്പോൾ പുറത്തെ താപനില ഒരു ഐസ് പെട്ടിയേക്കാൾ തണുപ്പായിരിക്കും. ഏകദേശം -40 ഡിഗ്രി മുതൽ -60 ഡിഗ്രി വരെ. ഇന്ധനം മരവിച്ചു പോയാൽ അത് പൈപ്പിനുള്ളിൽ മെഴുക് പോലെയാകും. പിന്നെ എഞ്ചിനിലേക്ക് ഒഴുകില്ല. അതുകൊണ്ട് വിമാനത്തിലെ ഇന്ധനം -47 ഡിഗ്രി വരെ കട്ടപിടിക്കാത്ത രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് എത്ര തണുപ്പിലും അത് എഞ്ചിനിലേക്ക് സുഖമായി ഒഴുകിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വിമാനത്തിലെ ഇന്ധനം വെറും സാധാരണ മണ്ണെണ്ണയല്ല, അത് വിമാനത്തിനായി ഉണ്ടാക്കിയെടുത്ത ഒരു സ്പെഷ്യൽ ഇന്ധനമാണ്. ഇതൊന്നും കൂടാതെ മണ്ണെണ്ണയ്ക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എഞ്ചിനിൽ കത്തുന്നതിന് തൊട്ട് മുൻപ് ഇതൊരു കൂളൻ്റായും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു ജെറ്റ് എഞ്ചിനുള്ളിൽ 1000 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുണ്ടാകും. അത് തണുപ്പിച്ചില്ലെങ്കിൽ ലോഹഭാഗങ്ങൾ ഉരുകി കേടാകും. അതുകൊണ്ട് ഇന്ധനം കത്തുന്നതിന് മുൻപ് എഞ്ചിനിലെ നല്ല ചൂടുള്ള ഭാഗങ്ങളിലൂടെയുള്ള പൈപ്പിലൂടെ കടത്തിവിടും. അപ്പോൾ ഇന്ധനം ആ ചൂട് വലിച്ചെടുക്കും. കാർ എഞ്ചിൻ തണുപ്പിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ. ഇതുവഴി എഞ്ചിൻ കേടാകാതെ ഇരിക്കുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലപ്പോൾ പറക്കുന്നതിനിടയിൽ വിമാനത്തിൽ നിന്ന് ഇന്ധനം പുറത്തേക്ക് കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. പറക്കാൻ ഇന്ധനം വേണമെന്നിരിക്കെ എന്തിനാണ് അത് കളയുന്നത്? ഇതിൻ്റെ കാരണം വിമാനത്തിൻ്റെ ഭാരമാണ്. വിമാനങ്ങൾക്ക് 2 തരം വെയിറ്റ് ലിമിറ്റ് ഉണ്ട്. പറന്നുയരാൻ പറ്റുന്ന പരമാവധി ഭാരവും താഴെ ഇറങ്ങാൻ പറ്റുന്ന പരമാവധി ഭാരവും. ഇതിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാരം എപ്പോഴും കുറവായിരിക്കും. പറന്നുയർന്ന ഉടനെ വിമാനത്തിന് തിരിച്ചിറങ്ങേണ്ടി വന്നാൽ ആ ഭാരവുമായി ഇറങ്ങുന്നത് അപകടകരമാണ്. അപ്പോൾ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ആകാശത്ത് കുറേ നേരം പറന്ന് ഇന്ധനം തീർക്കുക, അല്ലെങ്കിൽ അത് പുറത്തേക്ക് സ്പ്രേ ചെയ്ത് കളയുക. ഇതിനായി ചില വിമാനങ്ങളിൽ പ്രത്യേക പൈപ്പുകൾ ഉണ്ടാകും. ചിറകിൻ്റെ അറ്റത്തുകൂടെ ഇത് പുറത്തേക്ക് കളയുമ്പോൾ കാറ്റിൽ അത് പെട്ടെന്ന് നീരാവിയായി പോകും. ഇത് വല്ലപ്പോഴും മാത്രം ചെയ്യുന്ന കാര്യമാണ്. പ്രകൃതിക്ക് ഇത് നല്ലതല്ലെങ്കിലും ആകാശത്ത് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇത് തറയിലെത്തുന്നതിന് മുൻപേ അപ്രത്യക്ഷമാകും. ഇതിന് കൃത്യമായ സ്ഥലങ്ങളും നിയമങ്ങളുമൊക്കെയുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ബോയിങ് 737 വിമാനം വെച്ച് നോക്കാം. ഇതിന് പ്രധാനമായി 3 ടാങ്കുകളുണ്ട്. ചിറകുകളിലായി 2ഉം പിന്നെ വിമാനത്തിൻ്റെ നടുഭാഗത്തായി ഒരു സെൻറ്റർ ടാങ്കും. അധികം ദൂരമില്ലാത്ത യാത്രകൾക്ക് ചിറകിലെ ടാങ്കുകളിൽ മാത്രം ഇന്ധനം നിറച്ചാൽ മതി. കൂടുതൽ ദൂരം പോകണമെങ്കിൽ മാത്രമേ സെൻറ്റർ ടാങ്ക് ഉപയോഗിക്കൂ. ഇവിടെ ഒരു നിയമമുണ്ട്. നടുവിലെ ടാങ്കിൽ ഇന്ധനമുണ്ടെങ്കിൽ അത് വേണം ആദ്യം തീർക്കാൻ. അത് വെറുതെ ചെയ്യുന്നതല്ല. സെൻറ്റർ ടാങ്കിലെ പമ്പുകൾക്ക് പ്രഷർ കൂടുതൽ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഇന്ധനം തനിയെ ആദ്യം തീരും. സെൻറ്റർ ടാങ്ക് കാലിയായി കഴിഞ്ഞാൽ മാത്രമേ ചിറകിലെ ടാങ്കുകൾ ഉപയോഗിക്കൂ. വിമാനങ്ങളിൽ ഇന്ധനം നിറക്കുന്നത് ചിറകിന് താഴെയുള്ള ഒരു പോർട്ട് വഴിയാണ്. അവിടെ നിന്ന് ഇന്ധനം പമ്പ് ചെയ്യുന്നു.
ആദ്യം ചിറകിലെ ടാങ്കുകളിലേക്കും പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ സെൻറ്റർ ടാങ്കിലേക്കും എത്ര ഇന്ധനം വേണമെന്ന് യാത്രയ്ക്ക് മുൻപേ കൃത്യമായി കണക്ക് കൂട്ടിയിട്ടുമുണ്ടാകും. ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.